ഹലോ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എനിക്കിതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. കോട്ടൺ അല്ല. നമ്മൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും കോട്ടൺ അല്ലാത്ത ഫാബ്രിക്കാണ് എടുക്കുന്നത്. നെറ്റ് അല്ലാതെ ഉള്ള പോളിസ്റ്റർ പോലെ അല്ലെങ്കിൽ ഒഴുകി കിടക്കുന്ന ഫാബ്രിക്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ക്രേപ്പിൻ്റെ ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കോട്ടൺ ഡ്രസ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ കോട്ടൺ ലൈനിങ് വെക്കാനായിട്ട് നോക്കുക. കോട്ടൺ അല്ലാത്ത ഫാബ്രിക്സിൽ നമ്മൾ കോട്ടൺ ലൈനിങ് വെക്കുമ്പോൾ അത് നന്നാവില്ല. എപ്പോഴും ക്രേപ്പ് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു തവണയും കൂടി മടക്കുക. ഇപ്പോൾ ഞാനിവിടെ 4ആയിട്ട് ഇതിനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അളവ് ഡ്രസ്സ് വെച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. അളവ് ഡ്രസ്സ് 2ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. അളവ് ഡ്രസ്സ് ഈ ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി ഈ അളവ് ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അളവ് ഡ്രസ്സ് മറച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ 2ആയിട്ട് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ അളവിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിടാതെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. മെഷർമെൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ താഴെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ട് പീസിൽ സ്കാലപ്പാണ് താഴെ വന്നിരിക്കുന്നത്. നമുക്ക് അടിയിൽ അത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ബാക്ക് പീസിൽ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇറക്കം 1 ഇഞ്ച് കൂടുതൽ നമ്മൾ ബാക്ക് പീസിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ടത് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിൽ സ്കാലപ്പ് വർക്ക് വരുന്ന ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒപ്പത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കിൽ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിൽ ലെങ്ത്ത് കൂടുതലും ബാക്കിൽ ലെങ്ത്ത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇനി ലൈനിങ് 4ആയിട്ട് മടക്കിയെടുക്കുക. ലൈനിങ് 4ആയിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതേ അളവിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്താലും മതി. ഞാൻ എപ്പോഴും ഇതേപോലെ വെച്ച് ലൈനിങ് പീസ് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് പീസ് ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ടാണ് എപ്പോഴും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സസ് വരുന്ന പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട് ലൈനിങ്ങിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും നല്ലതാണ്. ഞാൻ സ്റ്റിച്ചിങ് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒട്ടും സ്റ്റിച്ചിങ് അറിയില്ല എന്നാൽ നമ്മളുടെ ഡ്രസ്സ് നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ. സ്റ്റിച്ചിങ് ഒട്ടും അറിയില്ല, സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമാവും. ഇപ്പം നമ്മുടെ ലൈനിങ് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിനെക്കാട്ടും മുൻപേ ഇതിൻ്റെ അടിവശം ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും അടിവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മടക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ഡ്രസ്സിൻ്റെ ഉൾവശം നമുക്ക് ഇതുപോലെ കിട്ടും. ഇങ്ങനെ വെച്ച ശേഷം ഇതിൻ്റെ എല്ലാ അരികിലൂടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ലൈനിങ് ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസ് ഉണ്ട്, നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ സ്ലിറ്റിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഞാനത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. സ്ലിറ്റിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്യേണ്ടത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ
സ്റ്റിച്ചിൻ്റെ പോർഷനും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് പീസിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പീസിലും എക്സസ് വരുന്ന പോർഷൻസ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്ക് പീസിലും ഞാനിവിടെ സ്ലിറ്റിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ പോർഷനും കൂടി അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈനിങ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ ബിഗിനേഴ്സിനുള്ളതാണ്, സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ടേപ്പ് പോലും യൂസ് ചെയ്യാണ്ടാണ് ഞാനിവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്